ഞാൻ നിമി VR നിർമ്മല NSS യൂണിറ്റിൽ നിന്നും സ്പൈസി ട്രീറ്റ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് ഉഴുന്നുവടയാണ്. ഉഴുന്നുവട എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന നോർമലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഉഴുന്നുവടയാണ്. നമുക്ക് വേഗം ഇൻഗ്രീഡിയൻസിലോട്ട് കിടക്കാം. നമുക്ക് അടുക്കളയിലോട്ട് പോകാം. ഹായ്, ഞാൻ നിമി. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും വീട്ടിലെ സാധനങ്ങൾ കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉഴുന്നുവടയാണ്. നമുക്ക് ഇൻഗ്രീഡിയൻസിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇത് നമ്മൾ 3 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച അരച്ചെടുത്ത ഉഴുന്നാണ്. ഇത് അരിപ്പൊടി. ഇതെന്താ വെച്ചാൽ നമ്മുടെ ഉഴുന്നുവട ക്രഞ്ചി ആവാൻ വേണ്ടിയാണ്. ഇത് കുറച്ച് കറിവേപ്പില, ഇത് വെള്ളുള്ളി കൊത്തി അരിഞ്ഞത്, ഇത് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ പച്ചമുളക്, പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ നമ്മുടെ കുരുമുളക് ചതച്ചരച്ചത്, പിന്നെ നമ്മുടെ സാമ്പാർ പൊടി. സാമ്പാർ പൊടി എന്തിനാന്ന് വെച്ചാൽ ഒരു ഡിഫറെന്റ് ടേസ്റ്റ് അതിന് വരാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ മിക്സ് ചെയ്യാൻ പോണ എല്ലാമായിട്ട് ആദ്യം നമ്മുടെ ഈ അരച്ച ഉഴുന്നിലേക്ക് നമ്മുടെ ഉള്ളി അങ്ങ് മിക്സ് ചെയ്യാൻ. കൊത്തി അരിഞ്ഞ സവാള, അതിനുശേഷം നമ്മുടെ ഇഞ്ചി, പിന്നെ പച്ചമുളക്, പിന്നെ നമ്മുടെ കറിവേപ്പില, പിന്നെ നമ്മുടെ കുരുമുളക് ചതച്ചരച്ചതാണ്, പിന്നെ നമ്മുടെ സാമ്പാർ പൊടി, പിന്നെ നമ്മുടെ അരിപ്പൊടി, 2 സ്പൂണാണ് ഞാൻ ആദ്യം ഇടുന്നത്. പിന്നെ ഒരു ആവശ്യത്തിന് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം. അപ്പൊ ഞാൻ കുറച്ച് ചേർത്തു. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, കായം കൂടി ഉണ്ടായിരുന്നു. ഇതിപ്പോ ഞാൻ എല്ലാ ചേരുവകളും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഫ്രഷ് അരിപ്പൊടിയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അതൊന്ന് മുറുകുന്ന വരെ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പത്തേക്കും നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം. നമ്മുടെ എണ്ണ ഇപ്പൊ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് വടയാക്കാം. വടേന്റെ ഷേപ്പിൽ ഉരുട്ടാം. ഇത് ഏകദേശം ഒരു നിറായിട്ട് വരുന്നുണ്ട്. നമുക്കിത് തൽക്കാലത്തേക്ക് എടുത്ത് മാറ്റാം. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കും.